കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഒരു CSI ബിഷപ്പ് ഒരു പെന്തക്കോസ്ത് സഭയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ആ ചർച്ചിൽ വരികയും പെന്തക്കോസ്ത് ഉപദേശിമാരെ പോലെ പ്രസംഗിക്കുകയും പ്രഭാഷണത്തിനൊടുവിൽ ഒരു പാട്ടും പാടി പെന്തക്കോസ്തുകാർ ചെയ്യുന്നത് പോലെ അത്യാവശ്യം അന്യഭാഷയും പറഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് അതിയാൻ യാത്രയായി. നമുക്കറിയാം, അത്തരത്തിൽ ഒരു നാമധേയ ചർച്ചിലെ ഒരു പുരോഹിതൻ, സാധാ പുരോഹിതൻ ചെയ്താൽ പോലും വൈറലാകുവാൻ സാധ്യതയുള്ള ഒരു കലാപരിപാടി ഒരു ബിഷപ്പ് ചെയ്യുമ്പോൾ വളരെ വേഗം അത് കാട്ടുതീ പോലെ പടരും. അത് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിലും കണ്ടത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്നതിനകത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കകത്തുണ്ടായ പ്രഷർ കാരണമായിരിക്കാം അദ്ദേഹം അടുത്ത ഒരു വീഡിയോയിൽ വന്നിട്ട് ആ ചെയ്ത എല്ലാ കാര്യത്തിനും ഒറ്റ വാക്കിൽ ക്ഷമ ചോദിച്ച് അദ്ദേഹം തടിയൂരുകയാണ് ഉണ്ടായത്. ഇതെന്തിനാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പലരും പറയാറുണ്ട് നമ്മൾ പറയുന്നതെല്ലാം ആൾക്കാരെ കുറ്റം പറയുകയാണ്. ഇത് കുറ്റം പറയുന്നതല്ല, സാധാരണ ജനം അല്ലെങ്കിൽ വിശ്വാസ സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന യാഥാർത്ഥ്യം അറിയിക്കുകയാണ്. അത് നമ്മുടെ ചുമതല തന്നെയാണ്. അപ്പോൾ അത് പറയുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇതിനകത്ത് കുറ്റമൊന്നുമില്ല. വാസ്തവത്തിൽ ഇതെല്ലാം അധികാരികളുടെ കളികളാണ്. നമുക്കറിയാം, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത തലക്കെട്ടുകളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഇവരെല്ലാവരും സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു കുടക്കീഴിൽ തന്നെയാണ്. അവരൊരുമിച്ച് വിവാഹവേദികൾ പങ്കിടുന്നു, ഒരുമിച്ച് അവര് കളിക്കാൻ പോകുന്നു, ഒരുമിച്ച് അവർക്ക് വിനോദയാത്രകളുണ്ട്, അവരുടെ എല്ലാ പരിപാടികൾക്കും അവർ ഒരുമിക്കാറുണ്ട്. പക്ഷേ താഴോട്ടുള്ള അണികൾ തമ്മിലടിച്ച് ചാവുകയാണ് ചെയ്യുന്നത്. മുകളിലുള്ളവർക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പാർട്ടിയുടെ വ്യത്യസ്ത കൊടിക്കൂറകളും വ്യത്യസ്ത ഫിലോസഫികളും ഒക്കെ ഗ്രൗണ്ടുകളിലും പുറം മേഖലകളിലും നമ്മൾ കാണുമെന്ന് വരികിലും ഉള്ളിൽ ഈ രാഷ്ട്രീയക്കാരെല്ലാം ഒന്ന് തന്നെയാണ്. ഒരാൾ കട്ടാൽ അടുത്തയാൾ വിളിച്ചു പറയുന്നു, അടുത്തത് അവർ അണ്ടർഗ്രൗണ്ടിൽ ഒക്കുന്നു, പിന്നെ പ്രശ്നം തീരുകയാണ്. എഴുതുന്ന പത്രക്കാർക്കും ദൃശ്യമാധ്യമക്കാർക്കും ഒരു റേറ്റിംഗും അവരുടെ കാര്യം നടക്കുന്നു എന്നതൊഴിച്ചാൽ സാധാരണക്കാരന്റെ സമയം നഷ്ടപ്പെടുകയും അവന്റെ ജീവിതം പോലും നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ പരമയാഥാർത്ഥ്യം. ഇവരാരും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത് എന്ന് വളരെ കൃത്യമാണ്, വളരെ വ്യക്തവുമാണ്. അപ്പോൾ ഇവിടെ സഭാ രാഷ്ട്രീയവും അതുപോലൊക്കെ തന്നെയാണ്. വ്യത്യസ്ത തലക്കെട്ടുകളിൽ റോമൻ കാത്തലിക് അടക്കമുള്ള, കാത്തലിക് ആയിക്കോട്ടെ, മർത്തോമ ആയിക്കോട്ടെ, CSI ആയിക്കോട്ടെ, പെന്തക്കോസ്ത് ആയിക്കോട്ടെ, വ്യത്യസ്ത തലക്കെട്ടുകളിൽ സഭകൾ നിൽക്കുമ്പോഴും ഇവകൾക്ക് കൃത്യമായ ഉപദേശത്തിലെ വ്യത്യാസമുണ്ടെന്ന് വരികിലും ഇവകളെ ഭരിക്കുന്നവർക്ക് ഉപദേശവുമില്ല, അവർക്കിതൊന്നും വിഷയമല്ല. അവരിത് ഒരു കച്ചവട സ്ഥാപനമാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. അത് ഏത് സംഘടനയുടെയും അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഇത് ചെയ്യേണ്ടതായി വരും. അധികാരത്തിൽ എത്തുന്നത് തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ ഭാഗം വിശദീകരിച്ച് പറയാനൊന്നും പോകുന്നില്ലെങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങൾ ഓർപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ഇത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടത് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു സഭയുടെ 50-ാം വാർഷികത്തിൽ ഒരു CSI ബിഷപ്പിനെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നതാണ്. ആദ്യം അതിലെ അനുചിതത്വം ഒന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ബാക്കി ഭാഗത്തേക്ക് കടക്കാം. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ വരവോടുകൂടി ആരംഭിച്ച സഭയാണ് നമ്മൾ പെന്തക്കോസ്ത് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ അഭിഷേകം വന്നു എന്ന കാരണത്താൽ അഭിഷേകത്തിന്റെ അനുഭവമുള്ളവരെ പെന്തക്കോസ്ത് എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ യെരൂശലേമിൽ വെയിറ്റ് ചെയ്യണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും, എന്നിട്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകണം. അത്തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ശക്തി ലഭിച്ച് ക്രിസ്തുവിന്റെ സാക്ഷിയാകുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ നിന്ന്
പെന്തക്കോസ്ത് അനുഭവത്തിൽ നിന്ന് മാറിപ്പോയവകളാണ് കാത്തലിക് ആയാലും ഓർത്തഡോക്സ് ആയാലും മർത്തോമയായാലും CSI ആയാലും എല്ലാം. അവർക്കെല്ലാം ഈ വചനത്തിൽ നിന്ന് വ്യത്യസ്ത ഉപദേശ വ്യത്യാസങ്ങളുണ്ട്. റോമൻ കാത്തലിക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അവർക്ക് സുവിശേഷീകരണം എന്ന പദ്ധതി തന്നെ ഇല്ല. അവർക്ക് സ്കൂളുകളായി, കോളേജുകളായി, മെഡിക്കൽ കോളേജുകളായി, അങ്ങനെ അവർ ആ നിലയിൽ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു റിസപ്ഷൻ കൗണ്ടറായിട്ട് മാത്രമാണ് സഭ ആക്ട് ചെയ്യുന്നത്. അതിൽ കുറച്ച് വ്യത്യാസമുള്ളത് മർത്തോമയാണ്. അവർക്ക് കുറച്ച് ഇവാഞ്ചലിക്കൽ പ്രോഗ്രാം ഒക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ഒരു സഭകൾക്കും പരിശുദ്ധാത്മാവിന്റെ നിറവോ അഭിഷേകമോ ശക്തിയോ അന്യഭാഷയോ കൃപാവരങ്ങളോ ഇല്ല. അതിൽ വേർപെട്ട് നിൽക്കുന്ന ഗ്രൂപ്പുകളിൽ ബ്രദറൻ സഭയും മാറി നിൽക്കുകയാണ്. അവർക്ക് പരിശുദ്ധാത്മാവിനോടുള്ള സമീപനത്തിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉദ്ധരിച്ച ചർച്ചകളിൽ നിന്നും വ്യത്യസ്തമല്ല. പക്ഷേ സ്നാനവും മറ്റിതര കാര്യങ്ങളിലും വിശുദ്ധ വേദപുസ്തകം പറയുന്നതിനെ അപ്പാടെ തന്നെ പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവർ താല്പര്യപ്പെടുന്നുമുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് അനുഭവം ശരിക്കും പ്രവർത്തികളുടെ പുസ്തകത്തിൽ ആരംഭിച്ചത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് ഇവിടെ കാത്തലിക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ അസൂസ സ്ട്രീറ്റിൽ ആരംഭിച്ചതൊന്നുമല്ല. അത് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചത് തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ആരംഭിച്ചത് തന്നെയാണ്. അതെല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട്. അതിന് പ്രചാരണം കുറവാണ്, അതിന് പബ്ലിസിറ്റി കുറവാണ്. കാരണം അതല്ല നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. പ്രസ്ഥാനവൽക്കരണമൊന്നുമില്ല. പക്ഷേ അസൂസ സ്ട്രീറ്റിലെ പരിശുദ്ധാത്മാവിന്റെ വ്യാപനത്തിനൊക്കെ ശേഷം ഇന്ന് ഇതര രാജ്യങ്ങളിൽ പെന്തക്കോസ്ത് നിലനിൽക്കുന്നത് റോമൻ കാത്തലിക് പോലൊരു പ്രസ്ഥാനമായിട്ടൊക്കെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സഭയുടെ ശുശ്രൂഷകന്മാരായിട്ട് മാറുവാനും സഭയുടെ നേതാവായിട്ട് മാറുവാനും ഒക്കെ രാഷ്ട്രീയക്കാർ കളിക്കുന്നത് പോലെയുള്ള നാലാം കിട കളികൾ ഒക്കെ കൃത്യമായി നടക്കുന്നു എന്നത് വ്യക്തമാണ്. അങ്ങനെ ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തെത്താൻ ആൾക്കാർ കിടന്ന് ഭഗീരഥ പ്രയത്നം ചെയ്യുകയാണ്. ശരിക്ക് കാശറിയുകയാണ്. ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മ്ലേച്ഛമായും വളരെ വചനവിരുദ്ധമായിട്ടുമാണ് നടക്കുന്നത്. അത് പ്രസ്ഥാനങ്ങളിലായാലും അങ്ങനെ തന്നെ. ഇവിടെ ഈ പുരോഹിതനെ ഇറക്കിയ ഉപദേശിയും കഴിഞ്ഞ പ്രാവശ്യവും ഇലക്ഷന് നിന്നിരുന്നു. എതിർ സ്ഥാനാർത്ഥിയോട് ചെന്നാവശ്യപ്പെട്ടു, എനിക്കിനി ഒരു പ്രാവശ്യം കൂടെ മത്സരിക്കാൻ പറ്റൂ, മാറിത്തരണം. അദ്ദേഹവും മാറിക്കൊടുത്തില്ല, കൂടെ നിന്നവർ വോട്ട് കൊടുത്തതുമില്ല. അങ്ങനെ തോറ്റുപോയ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ കഥയിലെ കഥാപാത്രം. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത ഈ പ്രോഗ്രാമിനെ എന്തെങ്കിലും ഒരു മോശം പ്രോഗ്രാം ആക്കിയെന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിവർത്തിയുള്ളൂ. ഇതിൽ പരം നമുക്ക് അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. ഏതായാലും സഭയുടെ, അത് ദൈവസഭയാണെങ്കിൽ അതിന്റെ വാർഷികം ആഘോഷിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. സന്തോഷമുള്ള കാര്യമാണ്. ബിബ്ലിക്കൽ അല്ലെങ്കിൽ പോലും അതൊരു മോശം കാര്യമല്ല. പക്ഷെ അത്തരത്തിലൊരു കൂട്ടായ്മയിൽ അത് പെന്തക്കോസ്ത് ആണെങ്കിൽ എന്തിനാണ് മറ്റിതര സഭക്കാരെ, പുരോഹിതന്മാരെ അതിൽ ഉൾപ്പെടുത്തുന്നത്? അതിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം. CSIയുടെ ഉപദേശം ശരിയല്ലാത്തത് കൊണ്ടും പരിശുദ്ധാത്മാവിനോടുള്ള അവരുടെ സമീപനം നിഷേധാത്മകമായതിനാലുമാണ് നമ്മൾ അവിടെ നിന്നും ആൾക്കാരെ രക്ഷിച്ചു കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് സഭയിലാക്കുന്നത്. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ CSIയിൽ നിന്ന് അടക്കം ആൾക്കാരെ അടർത്തി മാറ്റി ഉപദേശിച്ച് ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത്. അത് റോമൻ കാത്തലിക്കിൽ നിന്നായാലും മറ്റിതര സഭകളിൽ നിന്നായാലും പെന്തക്കോസ്തുകാർ ഉപദേശം പറയുന്നതിന് കാരണം പെന്തക്കോസ്തിന്റെ ബൈബിളാണ് പറയുന്നത്. ആ ഉപദേശം പറഞ്ഞ് അവരെ അതിൽ നിന്ന് അടർത്തി മാറ്റി കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി ദൈവകൃപയിലാക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ആൾക്കാരെ അടർത്തിക്കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകളിൽ നിന്നാൽ സ്വർഗരാജ്യത്തിൽ പോവില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട്, അവിടെ ഉപദേശം ഇല്ല എന്നുള്ളത് കൊണ്ട്, പഥ്യോപദേശം അവർ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്, ജനത്തെ പാപത്തിൽ തുടരാൻ അനുവദിക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് കൃത്യമായ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് ദൈവത്തോടടുപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്ത് അവരെ കൃപാവരങ്ങളിൽ ജ്വലിപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പരിപാടിയാണല്ലോ പെന്തക്കോസ്തിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിലേക്കായി CSIയിൽ നിന്ന് ആൾക്കാരെ അടർത്തിക്കൊണ്ടുവരുമ്പോൾ മറ്റിതര പ്രസ്ഥാനങ്ങളിൽ നിന്ന് ജനത്തെ അടർത്തിക്കൊണ്ടുവന്ന് അവരെ കൃപയിൽ ഉറപ്പിക്കുന്ന ഒരു പദ്ധതി പെന്തക്കോസ്തുകാർ ചെയ്യുമ്പോൾ
അതിന്റെ സഭയുടെ 50-ാം വാർഷികത്തിൽ ഈ CSIയിലെ ബിഷപ്പിന് എന്താണ് പ്രസക്തി? വളരെ ശ്രദ്ധിക്കേണ്ടത് കാര്യം, CSIയിൽ നിന്ന് 10 കുടുംബം അതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ 50-ാം വാർഷികത്തിൽ CSIയിലെ പുരോഹിതൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്നും ഇതിലേക്ക് പോകുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വിശ്വാസി ചിന്തിച്ചാൽ തെറ്റുണ്ടോ? അത് ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ ആൾക്കാരെ നമ്മൾ രക്ഷിക്കപ്പെടുത്തി വീണ്ടും ജനനം അനുഭവം ഉണ്ടാക്കി അവരെ ദൈവകൃപയിൽ ഉറപ്പിക്കുന്നത്. ആ ജനത്തെ കൊണ്ടിരുത്തി കൊടുത്തിട്ട് അവരുടെ മുമ്പിൽ അവർ നേരത്തെ ഉൾപ്പെട്ടു നിന്നിരുന്ന ഗുണം പിടിക്കാത്ത സഭയുടെ പുരോഹിതനെ കൊണ്ട് നിർത്തിക്കൊടുക്കേണ്ടത് ആവശ്യം എന്താണ്? ഇതെല്ലാം കച്ചവടത്തിന്റെ ഭാഗമാണ്. ഇവകളെല്ലാം 100% തെറ്റാണ്, വചനവിരുദ്ധമാണ്. പക്ഷേ ഈ പുരോഹിതൻ അത് ചെയ്യാൻ പാകത്തിന് വഴിയൊരുക്കി കൊടുത്തു തന്നെയാണ് നമുക്ക് തെറ്റു പറയേണ്ടത്. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: വിസ്മയവും ഭയങ്കരവുമായത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എന്റെ ജനത്തിനോ അതിഷ്ടമാകുന്നു, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? അപ്പോൾ ഇവിടെ പുരോഹിതന് താല്പര്യമുള്ളത്, പ്രവാചകൻ വ്യാജമായി പ്രവചിക്കുന്നു, ജനത്തിനത് ഇഷ്ടമാണ്. ഇവിടെ സഭയുടെ പുരോഹിതൻ ഇഷ്ടമുള്ള കാര്യം ചെയ്തു. അയാൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ടുവന്ന് നിർത്തിക്കൊടുത്തു. അയാൾ കുറെ കാര്യങ്ങൾ പ്രസംഗിച്ചു, അന്യഭാഷകൾ ജനത്തെ ആരാധിപ്പിച്ചു, കാര്യമൊക്കെ ചെയ്തു. ജനത്തിനും അത് ഇഷ്ടമായി. അയാൾ അപ്പുറത്ത് ചെന്നിട്ട് ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. അടുത്ത ചോദ്യം വരിക, ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? അയാളെ കൊണ്ടുവന്നയാൾ എന്ത് ചെയ്യും? അയാൾ എന്ത് ചെയ്യും? അയാളുടെ വാക്ക് കേട്ട് വലഞ്ഞു പോയി ജനം എന്ത് ചെയ്യും? ഇത് തിരിച്ചറിയേണ്ടുന്ന ഉത്തരവാദിത്വം ജനത്തിനെങ്കിലും ഉണ്ട്. അയാളുടെ അന്യഭാഷ ഒന്ന് കേൾക്കാം. ചെങ്കടൽ മാറിപ്പോകുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഈ വിശുദ്ധ ആലയത്തിന്റെ 50-ാം വർഷത്തിൽ ചെങ്കടൽ വറ്റട്ടെ, അനേക അസ്ഥികൾക്ക് ജീവൻ വരട്ടെ. എന്തെല്ലാം കാര്യങ്ങളാണ്! 50-ാം വാർഷികത്തിൽ ചെങ്കടൽ തകരട്ടെ, അപ്പോസ്തലന്മാർ ആരാധിച്ചതുപോലെ ആരാധിക്കട്ടെ. ഇതാരാ ആരാധിപ്പിക്കുന്നത്? ആരാധനയില്ലാത്ത ഉപദേശി, ചെങ്കടൽ ഉണ്ടാക്കുന്ന ഉപദേശി. അവിടെ നിന്ന് ജനം രക്ഷപ്പെട്ട് ഇവിടെ വന്നിരിക്കുക. ആ ജനത്തെ ഇവിടെ വന്ന് അയാൾ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് കൈയടിച്ചു കൊടുക്കാൻ സഭയുടെ തന്നെ ഇടയനും ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാത്ത കുറെ ജനങ്ങളും. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ യാത്ര വാസ്തവത്തിൽ എങ്ങോട്ടാണ്? 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ നൈസായിട്ട് ഈ ചെയ്ത കാര്യമെല്ലാം തെറ്റായിരുന്നു എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത കാലത്ത് ഞാൻ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ചർച്ചിന്റെ 50-ാം വാർഷികത്തിൽ ചെയ്ത പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ വിവാദമായതായി മനസ്സിലാക്കുന്നു. ചില പരാമർശങ്ങൾ അനുചിതമായി പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഏത് കാര്യമാണ് അനുചിതമായത്? അതാണ് വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത്. ഏത് കാര്യമാണ് അനുചിതമായത്? അവ ഞാൻ പിൻവലിക്കുകയും ചെയ്തു. പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ് പിൻവലിച്ചതെന്ന് അറിയണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ വചനം പിൻവലിക്കാനുള്ള വചനമായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? സഭയുടെ ബിഷപ്പ് എന്ന നിലയിൽ CSI സഭയുടെ ദൈവശാസ്ത്രപരമായ നിലപാടുകളോട് തന്നെയാണ് എനിക്ക് വിധേയത്വമുള്ളത്. എന്റെ ബിസിനസ് അതാണ്. CSI സഭയുടെ ബിഷപ്പ് എന്ന നിലയിൽ എനിക്ക് അതിന്റെ ദൈവശാസ്ത്രത്തോടാണ് താല്പര്യം. പിന്നെ ഇയാൾ എന്തിനാണ് പെന്തക്കോസ്റ്റിൽ വന്നത്? ഇയാളെ എന്തിനാണ് പെന്തക്കോസ്റ്റിൽ വിളിച്ചത്? വിളിച്ചതും തെറ്റാണ്, വിളിച്ചപ്പോൾ അയാൾ വന്നതും തെറ്റാണ്. മറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ ശരിയല്ല. അന്യഭാഷ അടക്കം പറഞ്ഞ് ദൈവസഭയ്ക്കകത്ത് മിമിക്രിയാണ് കാണിച്ചത്. അതിനവസരം ഉണ്ടാക്കി കൊടുത്തയാള് വാസ്തവത്തിൽ വലിയ തിന്മയാണ് ചെയ്തിരിക്കുന്നത്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച്
തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാക്കുവാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവർത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. വളരെ വ്യക്തമായി ഇവിടെ കാര്യം പ്രതിപാദിച്ചിരിക്കുകയാണ്. ദുരുപദേഷ്ടാക്കന്മാരുണ്ട്. അവർ നാശകരമായ ഭിന്നാഭിപ്രായങ്ങളെ ഉണ്ടാക്കും. ജനത്തെ ഉപദേശിമാർ വചനം പറഞ്ഞ് ഈ ബിഷപ്പുമാരുടെ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ദൈവകൃപയിൽ ഉറപ്പിച്ചിട്ട് ആ ബിഷപ്പുമാരെ കൊണ്ട് ഇവിടെ പ്രസംഗിപ്പിക്കേണ്ടുന്ന ആവശ്യം എന്താണ്? അയാൾ ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് സന്തോഷിപ്പിച്ചു. ഇവര് പറയുന്നത് പോലെ അന്യഭാഷ കാച്ചാടാത്തപ്പ ഞാഞ്ഞാണെന്നമ്മ എന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് കൃത്യമായി പ്രഷർ വന്നപ്പോൾ അയാൾ പറഞ്ഞു CSIയുടെ തിയോളജിയാണ് കറക്റ്റ്, ബാക്കിയെല്ലാം തെറ്റാണ്. CSIയുടെ തിയോളജിയാണ് കറക്റ്റ് എങ്കിൽ വിശ്വാസ സ്നാനം തെറ്റാണ്. അയാൾക്ക് ദൈവസഭയ്ക്കകത്ത് എന്താണ് കാര്യം? എന്തർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ദൈവസഭയ്ക്കകത്ത് വേദി ഒരുക്കി കൊടുത്തത്? ഈ വേദി ഒരുക്കി കൊടുത്ത ഇയാളാണ് അതിന്റെ ഓവർസിയർ ആവാൻ ശ്രമിച്ചത്. ദൈവം കൃപയാൽ അതിന് അവസരം കൊടുത്തില്ല. ഏതായാലും ഇപ്പോൾ ചർച്ച ബോർഡിന്റെ ഓവർസിയർ ആയിട്ടിരിക്കുന്ന ആള് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അനുവദിക്കുന്നയാളല്ല. രാഷ്ട്രീയക്കാർക്ക് വേദി അനുവദിച്ചു കൊടുക്കുന്നയാളല്ല. ഇത്തരത്തിലുള്ള ജിമിക്സ് ഒന്നും ചെയ്യുന്നയാളല്ല എന്ന കാര്യത്തിൽ ചർച്ച ബോർഡിന്റെ അംഗമെന്ന നിലയിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഇദ്ദേഹമൊക്കെ വന്നിരുന്നെങ്കിൽ ആ സഭയെ നശിപ്പിച്ചിരുന്നേനെ എന്ന കാര്യത്തിന് സംശയമില്ല. ഇവർക്കൊക്കെ മാർജിൻ ഫ്രീയും മറ്റിതര ഷോപ്പുകളും ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഏതായാലും ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ദൈവജനത്തെ കച്ചവടം അടിക്കുന്നത് ഉചിതമായ കാര്യമല്ല. ഇനി അന്ത്യകാലത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ കച്ചവടം ചെയ്യുന്ന ഉപദേശിമാർ വരുമെന്ന് വചനം പറയുന്നു. ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നവർ വരുമെന്നും അവരുടെ ദൈവം വയറാണ് എന്നും ഒക്കെ വചനം വളരെ കൃത്യമായി പറയുന്നു. അത്തരത്തിലുള്ള ദുരുപദേഷ്ടാക്കന്മാർ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാകയാൽ വരാതിരിക്കാൻ നിവൃത്തിയില്ല. ദൈവജനം തിരിച്ചറിയണം എങ്ങോട്ടാണ് ഈ യാത്ര പോകുന്നത്, എന്തിനാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ദൈവസഭ നിലനിൽക്കേണ്ടത് എവിടെയാണ്? ഇവിടെയാണ് വിവേചനപരവും വെളിപ്പാടും ദൈവജനത്തിന് ഉണ്ടാകേണ്ടത്. സഭ 50 വർഷമായി എന്ന് പറയുമ്പോഴും 1 വർഷത്തിന്റെ വളർച്ച പോലും ആയിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. യെഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. വിശുദ്ധമായതും സാമാന്യമായതും. സാമാന്യമായതാണ് ഈ പറഞ്ഞ CSIയും അതിനോട് ചേർന്ന് കിടക്കുന്ന സഭകളുമൊക്കെ. വിശുദ്ധമായതാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ദൈവിക കൃപാവരങ്ങൾ ജ്വലിക്കുന്ന പെന്തക്കോസ്റ്റ് എന്ന അനുഭവമുള്ള സഭ, പ്രസ്ഥാനമല്ല, അനുഭവമുള്ള സഭ. അപ്പോൾ കൃത്യമായി ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്താണ് വിശുദ്ധം, എന്താണ് സാമാന്യം. ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി. ഓർഡിനറി ആയിട്ടുള്ള സഭകളെല്ലാം പരിശുദ്ധാത്മാവില്ലാത്തതാണ്. പരിശുദ്ധാത്മാവില്ലെന്ന് വരികിൽ അതിനെ പെന്തക്കോസ്റ്റ് എന്ന് പറയാനൊക്കില്ല. അത് ബിഷപ്പിനറിയാം. അതുകൊണ്ടാണ് ബിഷപ്പ് പെന്തക്കോസ്റ്റിനകത്ത് വന്നിട്ട് ഒരു പാട്ടൊക്കെ പാടി അയാൾ കൂട്ടക്ഷരം പറഞ്ഞ് പെന്തക്കോസ്റ്റുകാരെ സന്തോഷിപ്പിച്ചത്. എന്നിട്ട് അയാൾ അപ്പുറത്ത് എന്ന് പറഞ്ഞു CSIയുടെ ദൈവശാസ്ത്രമാണ് കറക്റ്റ്, ഞാൻ ഇവിടെ പറഞ്ഞത് എല്ലാം പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ പരിശുദ്ധാത്മാവും അന്യഭാഷയും ശരിയെന്ന് വരണം, അല്ലെങ്കിൽ അയാൾ ഇവിടെ ചെയ്തത് കള്ളത്തരം എന്ന് വരണം. ഏതായാലും
അയാൾ ഇതിനകത്ത് ചെയ്തത് കള്ളത്തരമാണ്. അയാൾക്ക് അന്യഭാഷ ഉണ്ടായിരുന്നുവെങ്കിൽ, കൃപ ഉണ്ടായിരുന്നുവെങ്കിൽ, കൃപാ വരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ ഒരിക്കലും ആ പൊസിഷനിൽ ഇരിക്കില്ല. അയാൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പൊസിഷനിൽ ഇരിക്കില്ല. അവിടെ ചെന്നെത്താൻ അയാൾ കാണിച്ച ഒരു വഴികളും അയാൾ തിരഞ്ഞെടുക്കില്ല. അവിടെ ചെന്നിരിക്കുകയില്ല. അയാൾ വേർപെട്ടവരുടെ കൂട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. പക്ഷേ ഇവരെ കുറിച്ചാണ് തിരുവെഴുത്ത് പറയുന്നത്, ഇവർ കള്ളയപ്പോസ്തലന്മാർ, ക്രിസ്തുവിന്റെ ദാസന്മാരുടെ വേഷം ധരിച്ചിരിക്കുന്നവർ. അത് രണ്ട് സഭകളിലും മനസ്സിലാക്കണം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലായാലും മനസ്സിലാക്കണം, മറ്റിതര പ്രസ്ഥാനങ്ങളിലായാലും മനസ്സിലാക്കണം. ഇടയന്മാർ ജനത്തെ തെറ്റിച്ചു കളയും. ഇടയന്മാരുടെ കണ്ണ് ആടിന്റെ പാലിലും തോലിലുമാണ്. അതുകൊണ്ട് ജനത്തെ വിറ്റ് തിന്നുന്നതിനെ കൃത്യമായും ദൈവകൃപയുള്ള ജനം എതിർക്കണം. ദൈവകൃപയുള്ള ജനം ലോകത്തിൽ ഒരുമിച്ച് നിൽക്കണം. ഇത്തരത്തിലുള്ള വാണിഭക്കാരായ ഉപദേശിമാരുടെ കയ്യിലെ ചട്ടുകങ്ങളായി മാറാതിരിക്കാൻ, നിങ്ങളുടെ തോലും പാലും അവർ വസൂലാക്കാതിരിക്കാൻ നിങ്ങൾ കരുതലുള്ളവരായിരിക്കുക. നമ്മെ വിളിച്ച കർത്താവ് വിശുദ്ധനാണ്. നമ്മളെ വിളിച്ച കർത്താവ് നമ്മെ നിത്യതയ്ക്കായി ഒരുക്കുന്നവനാണ്. നമുക്ക് പ്രസ്ഥാനങ്ങളുടെ പുറകെ നടന്ന് നിത്യത നഷ്ടപ്പെടുത്തുവാൻ, പ്രസ്ഥാനങ്ങളുടെ പുറകെ നടന്ന് നിത്യത നഷ്ടപ്പെടുത്തരുത്. ഏതെങ്കിലും ഉപദേശിയുടെ പുറകെ നടന്ന് നിത്യരാജ്യം നഷ്ടപ്പെടുത്തരുത്. സ്വർഗരാജ്യത്തിലെത്തുവാൻ പാകത്തിന് തിരുവെഴുത്ത് പറയുന്ന തരത്തിലുള്ള വിശുദ്ധി പ്രാപിച്ച് നിത്യതയ്ക്ക് പോകുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള അവിശ്വാസികളുമായുള്ള ഇണയല്ലാപ്പിണ കൂടൽ പരിപാടികൾക്ക് ദൈവജനം കൂട്ടുനിൽക്കരുത്. ഉപദേശിമാർ അതിന് പുറകെ ചാടിയാൽ അതിന്റെ പുറകെ കുടപിടിക്കുവാൻ ദൈവമക്കൾ നിൽക്കരുത്. അവകളെ തടസ്സം ചെയ്യുകയാണ് വേണ്ടത്. എഹെസ്കേൽ 22:26 പുരോഹിതന്മാർക്കെതിരെയുള്ള ഒരു പാപമായി എടുത്തു പറയുന്നത് ഇതാണ്. അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എന്റെ ശബത്തുക്കളെ നോക്കാതെ കണ്ണ് മറിച്ചു കളയുന്നു. അതിലെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരുവാനും ദേഹികളെ നശിപ്പിപ്പാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ച് കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നും പറഞ്ഞും കൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചുപറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിൽ മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. വളരെ വ്യക്തമായി മലിനവും നിർമ്മലനവും തമ്മിൽ വേർപിരിക്കാത്ത പുരോഹിതന്മാർക്ക് വരുന്ന ശാപവും ആ ജനത്തിന് വരുന്ന ശാപവും പ്രവചിച്ചു വച്ചിരിക്കുന്നു. ഇസ്രായേലിന് പിൽക്കാലത്ത് അത് സംഭവിച്ചു. ദൈവമക്കളെ, അവരെ നടത്തിയ ഇടയന്മാർ അവരെ വഴിപിഴപ്പിച്ചു കളഞ്ഞു. പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പലയിടങ്ങളിൽ അക്കാര്യം പറയുന്നു. പുരോഹിതന്മാർ അവരെ വഴിതെറ്റിച്ചു കളഞ്ഞു. ന്യായശാസ്ത്രിമാർ അവരെ തെറ്റിച്ചു കളഞ്ഞു. പക്ഷെ ആ ജനത്തെ കർത്താവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, കൈവിടേണ്ടതായി വന്നു. ഇതേ അവസ്ഥ പുതിയ നിയമസഭയ്ക്കും ഉണ്ടാകാതിരിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു നമുക്ക് പറഞ്ഞു തന്ന മാർഗത്തിലൂടെ യാത്ര ചെയ്യുവാൻ ഭാഗ്യവശാൽ 1652 ഭാഷയോളമുള്ള ഭാരത മണ്ണിൽ വെറും 3 കോടിയോളം വരുന്ന മലയാളികളായ നമുക്ക് സ്വന്തം ഭാഷയിൽ വിശുദ്ധ വേദപുസ്തകം ലഭ്യമായിരിക്കെ മറ്റിതര ലാംഗ്വേജുകൾ ഉപയോഗിക്കുവാൻ കഴിവുള്ളവരാണ് മലയാളികൾ. എല്ലാ ലാംഗ്വേജിലും തിരുവെഴുത്തുകളെ വായിച്ച് ഗ്രഹിച്ചു മനസ്സിലാക്കുവാൻ ത്രാണിയുള്ള നമ്മൾ അവകളെ വായിച്ചു മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിച്ച് നിത്യതയ്ക്കൊരുങ്ങണം. ഈ കള്ളയപ്പോസ്തലന്മാർ നമ്മെ നശിപ്പിക്കാതിരിക്കാൻ കരുതലുള്ളവരായിരിക്കുക, സൂക്ഷിച്ചു കൊള്ളുക. ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. തിരുവെഴുത്ത് പറയുന്ന പോലെ കരുതലുള്ളവരായിരിക്കുക, ജാഗ്രത ഉള്ളവരായിരിക്കുക. ആരും നമ്മെ നശിപ്പിക്കാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരുവാൻ പോകുന്നു. കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.